അമ്മ എന്താ പരിപാടി കാര്യമായിട്ട്? അമ്മ അതാ കുറച്ച് പയറുമണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ വരമ്പത്തെ. അപ്പൊ അതൊക്കെ തൊണ്ടി കളഞ്ഞു വെച്ചു. മണിയാണ്, എല്ലാം മണിയാണ്. അപ്പൊ അമ്മ അതിനെ വറ്റിക്കാവുന്നതാണ്. മീനിട്ടിട്ട് നമുക്ക് മാന്തള മീനിട്ടിട്ട് വറ്റിക്കാവുന്നതാണ്. ഉണക്ക മാന്തളിട്ട് വറ്റിക്കാം. അപ്പൊ അതാ കുറച്ച് ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നേരേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ അതിനെ തുറഞ്ഞ അപ്പൊ അതാ ഈ ചെറിയ ഉള്ളി ഒന്ന് ആദ്യം എണ്ണയിലൊന്ന് വതക്കും. വതക്കുക അല്ലേ? മന്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അമ്മ ഈ ചെറിയ ഉള്ളിയും ഇതൊക്കെ എണ്ണയിൽ വതക്കുമ്പോഴേക്ക് ഈ പയറ് മണ്ണ് അമ്മ ഒന്ന് വേറെ വേഗം വേവിച്ചെടുക്കും. എന്നാ എളുപ്പം പണി വരുന്നു. അല്ലെങ്കിൽ ഇതില് മെല്ലെ അല്ലേ ആവുള്ളൂ. അപ്പൊ ഒന്ന് അമ്മ കുക്കറിലാണെങ്കിൽ ഒരു വിസിലിട്ട് ഓഫാക്കി വെക്കും. എണ്ണയൊക്കെ ചൂടായി ചെറിയ ഇട്ട് കൊടുക്കണം. അതിന് കുറച്ച് ചെറിയ ഉള്ളി കൂടുതൽ എടുക്കും. നമുക്കൊരു ഗ്രേവി കുഴമ്പ് കിട്ടുള്ളൂ അല്ലേ? അതിന് ചെറിയ ഉള്ളിയൊക്കെ ഇതാ അമ്മ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കും. ഓ ശരിയമ്മ. അതിൻ്റെ പച്ചമുളക് നാലും കീടുമ്പോ അത് പറഞ്ഞാൽ അവർക്ക് കടിക്കാൻ നല്ല ചാതാണല്ലേ? അത് മാത്രമല്ല ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ വെപ്പാണ്. ഇപ്പൊ ഒന്നും ഇങ്ങനെ ഇടില്ല ആൾക്കാര്. അമ്മ അങ്ങനെ ഇതാ ഗ്രേവിയൊക്കെ സെറ്റായി റെഡിയായി. ഓ എല്ലാം റെഡിയാക്കിയതാ അമ്മ. അതിന് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഓക്കെ ഇട്ടോളിയമ്മ. പൊടിയൊക്കെ വാടി സെറ്റായി. അപ്പൊ അമ്മ ഇതാ പയറുമണി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഉപ്പിട്ട് വേവിച്ചു അല്ലേ? അപ്പൊ അത് ഇതാ ഒഴിക്കണം. നാടൻ പയറുമണിയാണ്. അപ്പൊ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ മാ? അപ്പൊ അതാ അമ്മ മാന്തള മീനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലിട്ട് കൊടുക്കണം. മീനൊക്കെ കുറുകി സെറ്റായി അടിപൊളി വന്നിട്ടുണ്ട് അല്ലേ മാ? എല്ലാം റെഡിയായി. അപ്പൊ ഇനി അമ്മ ലേശം പച്ച വെളിച്ചെണ്ണ ഇട്ടിക്കും. പച്ച വെളിച്ചെണ്ണ മണത്തിന്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലൊരു മണമാണ് ആ കറിക്ക്. റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സിമ്പിൾ പരിപാടിയാണ്. അടിപൊളിയാണ്. പയറുമണി മാന്തളം കൂടിയിട്ടില്ലേ മാ? അപ്പം എല്ലാവരും അമ്മ ഉണ്ടാക്കി നോക്കുക. എന്താണ് അഭിപ്രായം പറഞ്ഞാൽ അറിയിക്കുക. എനിക്ക് അറിയാത്തവരില്ല. അമ്മ പറഞ്ഞു ചെയ്ത പോലെ ചെയ്ത് നോക്കി എന്നിട്ട് വിവരങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.